ഓക്കെ, ഹലോ എവരിവൺ. അപ്പോൾ പലരും ഇപ്പോഴും ചോദ്യങ്ങൾ തമ്മിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാണ് തേർഡ് സെമസ്റ്റർ തുടങ്ങുന്നത് എന്നുള്ളത്. അപ്പോൾ പലരും പല ഉത്തരങ്ങൾ പലയിടത്തും തരുന്നു. ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു അക്കാഡമിക് കലണ്ടറാണ്. അപ്പോൾ ഇത് പ്രകാരമായിരിക്കും എല്ലാ കോളേജുകളും പ്രവർത്തിക്കുക. പിന്നെ ഇൻറ്റേർണലി അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യും. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറഞ്ഞുതരാം, അറ്റ് ദി എൻഡ് പറഞ്ഞുതരാം. ആസ് ഓഫ് നോ ഇതാണ് നമ്മുടെ അക്കാഡമിക് കലണ്ടർ. അപ്പോൾ നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ കേരള യൂണിവേഴ്സിറ്റി എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ജൂൺ 2-ാം തീയതി, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച എല്ലാ കോളേജുകളും തുറക്കും. തേർഡ് സെമസ്റ്റർ എല്ലാ കോളേജിലും തുറക്കും. എന്നിട്ട് കോഴ്സ് രജിസ്ട്രേഷൻ ജൂൺ 13-നകം ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഇടയിലൊരു പരിപാടി നടപ്പുണ്ട്. എന്താണ്? ഈ ജൂൺ 2-നും ജൂൺ 13-നും ഇടയിലായിരിക്കും കോളേജ് മാറുക, യൂണിവേഴ്സിറ്റി മാറുക പോലെയുള്ള കലാപരിപാടികളൊക്കെ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ മുമ്പ് പറഞ്ഞൊരു സാധനം തന്നെ ഒരു ഓർഡറിൻ്റെ രൂപത്തിൽ അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കോഴ്സ് രജിസ്ട്രേഷൻ നീട്ടിയിട്ടേക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഓഗസ്റ്റ് 30-നകം കോളേജ് യൂണിയൻ്റെ ഇലക്ഷൻ ഉണ്ടാകുമെന്ന് പറയുന്നു. എക്സാം രജിസ്ട്രേഷൻ സെപ്റ്റംബർ 30-നകം നടക്കുമെന്ന് പറയുന്നു. ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം ഒക്ടോബർ 15-ന് നടക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഒക്ടോബർ 8-ാം തീയതി എന്ത് ചെയ്യും? നമ്മുടെ തേർഡ് സെമസ്റ്ററിൻ്റെ അവസാനിക്കുന്നു? റെഗുലർ ക്ലാസ്സസ് അവസാനിക്കുന്നു. ഇപ്പോൾ എത്ര കാലം ഉണ്ടെന്ന് നോക്കുക. ജൂൺ തൊട്ട് ഒക്ടോബർ വരെ 4 മാസമൊക്കെ സുഖമായിട്ടുണ്ടല്ലേ അതിൻ്റെ അകത്ത്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സമയം പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വരുമെന്ന് നമുക്ക് കണ്ടറിയാം. കുഴപ്പമില്ല എന്നാലും. അപ്പോൾ ഇൻറ്റേർണൽ മാർക്ക് ഒക്ടോബർ 10-നകം ഫൈനലൈസ് ചെയ്ത് ആരായിരിക്കും നമ്മൾ കോളേജുകൾ യൂണിവേഴ്സിറ്റിക്ക് കൈമാറുന്നു. ഫോർത്ത് സെമസ്റ്റർ ഒക്ടോബർ 9-ാം തീയതി കമൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർത്ത് സെമസ്റ്റർ തുടങ്ങിയതിന് ശേഷമാണ് എന്ത് വരാൻ പോകുന്നത്? തേർഡ് സെമസ്റ്ററിൻ്റെ പരീക്ഷ വരാൻ പോകുന്നത്. ഈ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, പ്രോപ്പർ അക്കാഡമിക് കലണ്ടർ ഫോളോ ചെയ്ത് പോകുമ്പോൾ ഈ പറഞ്ഞ സെമസ്റ്ററുകൾ തമ്മിലുള്ള ക്ലാഷ് ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. ബട്ട് സ്റ്റിൽ അത് ഉണ്ടാകുന്നുണ്ട്. കുഴപ്പമില്ല, ഹാൻഡിൽ ചെയ്ത് പോകാമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഒക്ടോബർ 9-ാം തീയതി ഫോർത്ത് സെമസ്റ്റർ തുടങ്ങി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് നവംബർ 3-നും 18-നും ഇടയ്ക്കായിട്ടായിരിക്കും തേർഡ് സെമസ്റ്ററിൻ്റെ പരീക്ഷകൾ നടക്കുന്നത്. ഈ 18-ാം തീയതി പരീക്ഷ ചെയ്യുന്നിട്ട് ഡിസംബർ 15-ന് മുന്നായിട്ട് എന്ത് ചെയ്യും? നമ്മൾ തുടങ്ങും? നമ്മുടെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കും. ഫോർത്ത് സെമസ്റ്ററിൻ്റെ വീണ്ടും ഫോർത്ത് സെമസ്റ്റർ നവംബർ 24 വീണ്ടും തുടങ്ങും. അതൊക്കെ പോട്ടെ, നമ്മളിപ്പം അത്രയും ദീർഘമായിട്ട് ചിന്തിക്കേണ്ട. തൽക്കാലം ഒന്ന് അറിഞ്ഞേക്കുക. സ്പോർട്സ് ഡേ നടത്താൻ പോകുന്ന ഡേറ്റും ഫോർത്ത് സെമസ്റ്റർ അവസാനിക്കുന്ന ഡേറ്റും ഒക്കെ പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ സെക്കൻഡ് ഇയറിനെ മൊത്തത്തിൽ അതിൽ തന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞേക്കുന്നത്. മെയ് 26-ന് നിങ്ങൾ ഇൻറ്റേൺഷിപ്പിന് പോവും. മെയ് 2026. ഓക്കെ, മെയ് 2026 നിങ്ങൾ ഇൻറ്റേൺഷിപ്പിന് പോകും എന്ന് സഹിതം പറയുന്നുണ്ട്. ഫോർത്ത് സെമസ്റ്റർ എന്നതിനും അതൊക്കെ നിങ്ങളിപ്പം തൽക്കാലം നോക്കണ്ട. പെട്ടെന്നൊന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഓട്ടിച്ച് കാണിച്ചതെന്നുള്ളൂ. മെയ് 2026-ന് നിങ്ങൾ ഇൻറ്റേൺഷിപ്പിന് നിങ്ങൾ പറഞ്ഞയക്കാൻ തക്കതായിട്ടാണ് ഈ കലണ്ടർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിപ്പോൾ പറയുന്നത് ജൂൺ 2-ാം തീയതി തന്നെ തുടങ്ങും? കോളേജുകൾ തുറക്കും. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. കാര്യം ഇനി മാറ്റാനുള്ള സമയമൊന്നുമില്ല. നാളെ ഞായറാഴ്ചയല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ കോളേജ് തുറക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ. എന്താണ്? ആ ഒരു കോളേജ് മാറ്റം, കോഴ്സ് മാറ്റം പോലുള്ള പരിപാടികൾ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് വ്യക്തമാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ ഇനി ഇതിനെപ്പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.